പേടിക്കണ്ട. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഉറപ്പായിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു. അതിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഒരു മാറ്റവും ഇല്ല. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഹോമിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഒരു തീരുമാനം. സന്തോഷമാണ്. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ അവസ്ഥ അറിഞ്ഞ് ഞങ്ങൾക്ക് സഹായിച്ചത്. എന്റെ 2 കുഞ്ഞുങ്ങൾ ഇപ്പൊ ആരോഗ്യത്തോടെ നിൽക്കുന്നതിന് കാരണവും ചേട്ടൻ. ഞാൻ ഒത്തിരി പള്ളികളിലും പോയി സഹായം ചോദിച്ചതാ. കയറി കിടക്കാൻ നിവർത്തിയില്ല. പക്ഷെ അതിൽ ഒരിടത്തുനിന്ന് മാത്രമേ എന്നെ സഹായിച്ചുള്ളൂ. വെള്ളയാണി പള്ളിന്ന് മാത്രം. അല്ല, അപ്പം ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയത് കുഞ്ഞ 7 മാസം വയറ്റിലായിരുന്നപ്പോ അപ്പോഴാണ് ഉപേക്ഷിച്ചു പോയത്. പ്രസവിച്ച ശേഷം അല്ലല്ല. അസ്സലാമു അലൈക്കും. അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടുകയും അവസാനം തമിഴ്നാട്ടിലെത്തി അവിടെ 2 മക്കളെയും ഉണ്ടാക്കിയ ശേഷം അദ്ദേഹം വിട്ടുകളയുകയും അവസാനം ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ തിരുവോലങ്ങളിൽ അലയുന്ന ഒരു യുവതിയുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ യുവതി അവസാനമായി പറഞ്ഞിരുന്നു, എനിക്ക് ജന്മനാടായ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്നും തെറ്റുകളെല്ലാം തിരുത്താൻ ഒരു അവസരം കൂടി തരണമെന്നെല്ലാം പറയുന്നത് നമ്മൾ കേട്ടതാണ്. തീർച്ചയായിട്ടും ആ യുവതിയുടെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിച്ചിരിക്കുന്നു. അതിന് കാരണക്കാരനായത് നമ്മുടെ ഹൈന്ദവ സഹോദരനായ സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ യുവതി തീർച്ചയായിട്ടും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി സന്നദ്ധരായി ഇരിക്കുകയാണ്. അതിന് ഒരു വാടക വീടുമെല്ലാം അവർ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഹൈപ്പ് കൂടി നൽകിയ ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് യുവതിക്ക് ഇപ്പോൾ പറയാനുള്ളത്? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പേടിക്കണ്ട. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഉറപ്പായിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു. അതിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഒരു മാറ്റവും ഇല്ല. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഹോമിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഒരു തീരുമാനം. കാരണം അത്രയും നിവർത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു അല്ലേ? ചേട്ടൻ ഇവിടെ വന്ന് കണ്ടതാണല്ലോ എന്റെ എല്ലാം കണ്ടതാണ്. അപ്പോഴേ എനിക്ക് ഒരുപാട് വിഷമം വന്ന കാര്യമാണ്. എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഇതില്? ഇപ്പൊ നമുക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ വീടൊക്കെ എടുത്തിട്ടുണ്ട്, വാടകയ്ക്ക് വീടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി സാധനം പറിക്കുന്ന നേരെ അവിടെ പോയാൽ മതി. അവിടെ പോയി ഇനി താമസം തുടങ്ങിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങ് നടന്നോളും. എങ്ങനെയുണ്ട്? എന്താണ് പറയാനുള്ളത്? സന്തോഷമാണ്. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ അവസ്ഥ അറിഞ്ഞ് ഞങ്ങൾക്ക് സഹായിച്ചത്. എന്റെ 2 കുഞ്ഞുങ്ങൾ ഇപ്പൊ ആരോഗ്യത്തോടെ നിൽക്കുന്നതിന് കാരണവും ചേട്ടൻ. പുതിയൊരു ജീവിതം കിട്ടിയല്ലേ? എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് വല്ല? ഇപ്പൊ 9 വർഷമായില്ലേ നാട് വിട്ടിട്ട്. അപ്പം തിരിച്ച് നിങ്ങളുടെ സ്വന്തം നാട്ടിലോട്ട് പോണോന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ച് ഞാനായിട്ട് പോയി വീടൊക്കെ നോക്കിയത് അങ്ങോട്ടൊക്കെ. പക്ഷെ ആരും വീടൊന്നും തന്നില്ല. ഞാൻ ഒത്തിരി പള്ളികളിലും പോയി സഹായം ചോദിച്ചതാ. കയറി കിടക്കാൻ നിവർത്തിയില്ല. പക്ഷെ അതിൽ ഒരിടത്തുനിന്ന് മാത്രമേ എന്നെ സഹായിച്ചുള്ളൂ. വെള്ളയാണി പള്ളിന്ന് മാത്രം. അവിടെ ഉള്ള പ്രസിഡന്റ് മാത്രമാണ് എന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് 2-3 വട്ടം, ഒരിക്കലെന്നല്ല 2-3 പ്രാവശ്യം അവിടെ പറഞ്ഞ് പൈസയൊക്കെ പിരിച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മോളെ മാസമായിട്ടിരിക്കുമ്പോഴത്തേക്ക് അല്ലാതെ ഞാൻ കയറി കിടക്കാൻ എനിക്ക് വീടില്ല, ഒരു വാടക വീട് എടുക്കാനെങ്കിൽ എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്തും ജമാത്തിൽ നിന്ന് വേറെ നിസ്കരിക്കാൻ വന്ന ഒരു കുറ്റം പറഞ്ഞിട്ടും അവർ കേൾക്കാതെ അവർ ജമാത്തിൽ വിളിച്ച് പറഞ്ഞ് എനിക്ക് സഹായം ചെയ്തു. അപ്പോൾ യുവതി തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇന്ന് സൂരജ് എന്ന് പറയുന്ന ആ ബ്ലോഗർ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും 2 മക്കളെയും ഏതെങ്കിലും അനാഥാര മന്ദിരത്തിലോ മറ്റോ ആക്കിയതിനു ശേഷം മരിക്കാൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് എന്ന് യുവതി പറയുകയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തീർച്ചയായിട്ടും അതിനെല്ലാം ഈ ഭൂമിയിൽ തന്നെ പരിഹാരമുണ്ട്. പിന്നെ ഈ 2 മക്കളും ജീവിച്ചിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് സൂരജിൻ്റെ സഹായത്താലാണ് എന്നുകൂടി ആ യുവതി പറയുന്നുണ്ട്. പിന്നെ ആരും സഹായിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവർ ഒരു പള്ളിയിൽ പോയി സഹായം അഭ്യർത്ഥിച്ച സമയത്ത് വെള്ളയാനി പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർ 1 അല്ല 2 അല്ല 3 വട്ടം ആ സ്ത്രീയെ സഹായിച്ചിരുന്നു. അതുകൂടി ആ യുവതി പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒളിച്ചോടാൻ മുട്ടി നിൽക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഒരു വീഡിയോ ഒരു പാഠമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾ കാണുന്ന ഈ കളറും അതുപോലെ തന്നെ ബൈക്കും അതുപോലെ തന്നെ കാറും ഫോണും ഒന്നും കണ്ടിട്ട് ആരും ഇറങ്ങിപ്പോകേണ്ടതില്ല. അവസാനം ഈ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വലിയ പ്രയാസമായിരിക്കും. അതാണ് ആ സ്ത്രീ അനുഭവിക്കുന്നത്. കാരണം തിരിയാനും മറിയാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം 2 കുട്ടികളുണ്ടായിരിക്കും. ഈ ഒരു മനുഷ്യൻ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്ത്രീയുടെ വയറ്റിൽ കുട്ടി വളരുന്ന സമയത്താണ് അവരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ആ സ്ത്രീ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കാണാം. ഈ മോള് ഗർഭിണിയോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ആ കുഞ്ഞ് കൈക്കുഞ്ഞായിരുന്നു. ഈ മോള് വയറ്റിലായിരുന്നു. അല്ല, അപ്പം ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയത് കുഞ്ഞ 7 മാസം വയറ്റിലായിരുന്നപ്പോ അപ്പോഴാണ് ഉപേക്ഷിച്ച് പോയത്. പ്രസവിച്ച ശേഷം അല്ലല്ല. അപ്പൊ ഇങ്ങനെയായിരുന്നു. അപ്പൊ അത്ര കഷ്ടപ്പാടായി. ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു. ഞാന്
ഈ കിടക്കാൻ സ്ഥലം ഇല്ലാതെ ട്രെയിനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് അവിടെ കിടക്കും, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കിടക്കും. വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കും. ചില ആൾക്കാർ എനിക്ക് അവിടെ നിന്ന് ആഹാരമൊക്കെ വാങ്ങിച്ചു തന്ന് സഹായിച്ചിട്ടുണ്ട്. ഇവള് വയറ്റിലായിരുന്നു അപ്പൊ അല്ലേ? ഒരുപാട് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഓരോ പള്ളി തോറും പോയി വെള്ളിയാഴ്ച പോയി നിന്നിട്ടുണ്ട്. എവിടെ ഒന്നും ഒരു സഹായം കിട്ടിയില്ല. അത്രയും കഷ്ടപ്പെടാനില്ലല്ലേ? ഇനി ഒന്നുമില്ല ജീവിതത്തിൽ. അവസാനം ആത്മഹത്യ ചെയ്യുക, എവിടെയെങ്കിലും ആക്കിയിട്ട് ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ആ യുവതി ഇത്ര സങ്കടത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ വിവരിക്കുന്നതെന്ന് കേട്ട് കാണും. മെയ് മാസം വയറ്റിൽ കുട്ടി വളരുന്ന സമയത്ത് പോലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ കിടന്നുറങ്ങാൻ പാർപ്പിടമില്ലാത്ത സമയത്ത് ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി പോലും കിടന്നിട്ടുണ്ട്. കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരവസ്ഥ. ഇന്ന് റെയിൽവേ ട്രാക്കിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ റെയിൽവേയിലുമെല്ലാം അർദ്ധരാത്രിയൊക്കെ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി ആ സ്ത്രീ കടന്നു പോയിട്ടുണ്ട്. അത്രയും വിഷമഘട്ട ഒരുപാട് വിഷമതകളുള്ള സമയത്ത് പോലും ആ സ്ത്രീയെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ആരും സഹായവുമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഒരുപാട് വാതിലുകൾ ആ സ്ത്രീ മുട്ടിയിട്ടുണ്ട്. ഒരുപാട് പള്ളിയിൽ പോയി കേണപേക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ആ സ്ത്രീ നമ്മോട് പറയുന്നത്. ഇനി വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ആ സ്ത്രീ പറയുകയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇനി മരിച്ചിട്ട് മണ്ണ് വാരിടാൻ ആരും വരണ്ട എന്ന് കൂടി സ്ത്രീ പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം. ഇനിയിപ്പോ അവരൊക്കെ വിചാരിക്കും ഇവളിങ്ങനെ വന്ന് നിന്ന് നമ്മളെ നാണം കെടുത്തുന്നുണ്ട്, ഇനി വേണമെങ്കിൽ സ്വീകരിക്കാം. അവര് വന്ന് വിളിച്ചാലും ഞാൻ പോകത്തില്ല. ഇനി ആര് വിളിച്ചാലും പോകത്തില്ല. അപ്പോഴും ഒരു ചോദ്യം വരും, മരിച്ചു കഴിഞ്ഞാൽ നിന്നെ എവിടെ അടക്കം ചെയ്യുന്നു? ഈ കൊറോണ ടൈമിലൊക്കെ എത്രയോ പേര് മരിച്ച്, അവരൊക്കെ എങ്ങനെയാ ചെയ്ത്? ഗവൺമെന്റ് ഏറ്റെടുത്തോളും, ഇവരെ ഏക്കണ്ട, കോർപ്പറേഷൻ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. ഇവരെ ഏക്കണ്ട. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തോന്നല്ലേ? എവിടെ പള്ളിയിലായാലും അമ്പലത്തിലും അടക്കി എവിടെ ജീവനോടെ ഇരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തരാത്തവർ മരിച്ചതിന് ശേഷം കുഴിയിൽ ഒരു പിടി മണ്ണിട്ടിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാരെ വിളിച്ച് അവരെ സ്വയം നിലത്തിന് വേണ്ടിയിട്ട് ആടറത്തും കോഴി വെച്ച് അവര് തന്നെയല്ലേ തിന്നണം, ഞാനല്ലല്ലോ. അവര് തന്നെയല്ലേ കഴിക്കുന്നത്. അത് എന്റെ കൊച്ചുങ്ങൾക്ക് തള്ളയില്ലാതെ പോകും, അത്രേ ഉള്ളൂ. കാരണം ഞാൻ അമ്മ ഇല്ലാതെ വളർന്ന എന്റെ ആ വേദന എനിക്കറിയാം. അതുകൊണ്ട് എന്റെ കൊച്ചുങ്ങളെ എന്റെ ആൾക്കാരുടെ അടുത്ത് പോലും ആരുമേ വിടരുത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്റെ കൊച്ചുങ്ങളെ, എന്റെ വീട്ടുകാരെ, എന്റെ സഹോദരങ്ങളായാലും ശരി, ആര് ചോദിച്ചാലും ഗവൺമെന്റിൽ ഒപ്പടച്ചാലും എന്റെ ആൾക്കാരുടെ അടുത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഇത്രയും കാലമായിട്ട് ആരും നോക്കിയിട്ടില്ല. ഇത്രയും അവന് 4 വയസ്സ്, ഇവക്ക് 3 വയസ്സായി. ഇതുവരെയ്ക്കും ഞാൻ തന്നെയാണ് നോക്കിയത്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് എന്റെ വീട്ടുകാരെ എനിക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവരുടെ അടുത്ത് ആരും ഇതാക്കരുത്. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാത്തവർ മരിച്ചിട്ടൊരു മണ്ണ് വാരിയിടാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അത്രയ്ക്കും ഒരു ശത്രുത അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ദേഷ്യം അവരുടെ കുടുംബക്കാരോട് ആ സഹോദരിക്കുണ്ട്. അതുണ്ടാവും. കാരണം രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർ തെറ്റിക്കഴിഞ്ഞാൽ നന്നാവാൻ വേണ്ടി കുറച്ച് പാടാണ്. അത് തന്നെയാണ് കാണുന്നത്. പക്ഷേ ആ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു പോലും വല്ല കൊല്ലത്തിലൊരു പ്രാവശ്യമെങ്കിലും പോയി കാണുന്ന ഒരു സഹോദരിയാണ് ഈ സഹോദരി. ഇവർക്ക് 2 ചേട്ടന്മാരുണ്ട്. തീർച്ചയായിട്ടും അവരുടെ തമ്മിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീ പറയുന്നത് കേട്ട് ഒരിക്കലും എനിക്ക് ഇവരുടെ കുടുംബക്കാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ആ സ്ത്രീയെ സമീപിക്കാതിരിക്കുകയോ അവരുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ആ സ്ത്രീയുടെ മനസ്സിലുള്ളൂ. അത്രയ്ക്ക് മുരുകുന്ന ഒരു മനസ്സ് ആ സ്ത്രീക്കുണ്ട്. ആ വേദന കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ത്രീ ഇപ്പോഴും ഒരു 10-30 വയസ്സിൻ്റെ താഴെ മാത്രമേ പ്രായമുള്ളൂ. ഇനിയും ഒരു യൗവനം അവർക്ക് ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരാളെ കണ്ടെത്തി തീർച്ചയായിട്ടും മറ്റൊരു വിവാഹ ജീവിതത്തിലേക്കും മറ്റും കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ആ കുടുംബക്കാർ വിചാരിച്ചാൽ ഇനിയും നടക്കും. അതുപോലെ തന്നെ അവരെ ജീവിതത്തിൻ്റെ നല്ലൊരു വഴിയിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ സൂരജ് അടക്കമുള്ള ആൾക്കാർ ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആ സ്ത്രീ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കാണാം. ഞാൻ തെറ്റ് ചെയ്തവളാ. കാരണം ഞാൻ എന്റെ വീട് വിട്ടിറങ്ങിയത് തെറ്റ്. എല്ലാമേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ഷമിക്കാന്നുള്ള തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ക്ഷമിച്ചില്ല. എന്റെ ജമാഅത്തുകാർക്ക് വേണമെങ്കിലും ഒരു വട്ടമെങ്കിലും എന്റെ അടുത്ത് സംസാരിച്ച് നോക്കായിരുന്നു. പക്ഷെ ജമാഅത്തിലുള്ളവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ജമാഅത്തിലുള്ള പ്രസിഡന്റ്, സെക്രട്ടറി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം കാണാൻ പോകുമ്പോഴത്തേക്ക് അവിടെ വേറൊരാളാണ് വിലക്കി എന്നെ പുറത്താക്കുന്നത്, അനാവശ്യമായിട്ടുള്ള വാക്ക് പറഞ്ഞ് പുറത്താക്കുന്നത്. പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും അവരാരും എന്നെ കണ്ടിട്ടുമില്ല.
പക്ഷെ അവിടെ നസീർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ എന്നെ പുറത്താക്കും. അത് ഞങ്ങളുടെ സ്വന്തക്കാര്. അപ്പൊ നമ്മൾ ഈ ജാതിയും മതമൊക്കെ വെച്ച് മനസ്സിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്. ഒരു മനുഷ്യത്വം എന്നുള്ളത് കാണിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥ വരൂലായിരുന്നു. ഞാനിങ്ങനെ ഒരു ഇതില് വന്ന് നിൽക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് 3 നേരത്തെ ആഹാരവും ഞങ്ങൾക്ക് കിടക്കാൻ ഒരിടമാണ് വേണ്ടത്. അല്ലാതെ പണവും സ്വത്തും ഞാൻ ആരടുത്തും പോയി ചോദിച്ചില്ല. ഇത്രേ വേണ്ടിയതുള്ളൂ. അപ്പോൾ സഹോദരി പറയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും, അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർക്ക് എന്നോട് അലോഗ്യമുള്ളത്. അതൊക്കെ ഓക്കെ, പക്ഷെ എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഞാൻ ഈ കുട്ടികൾക്ക് കയറിക്കിടക്കാൻ ഒരു വീടും അതുപോലെ തന്നെ അവർക്ക് വിശപ്പ് മാറ്റാൻ ഭക്ഷണവും മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ആ മഹല്ലത്തിലെ ആൾക്കാർ ആരും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല, ഒന്ന് ബന്ധപ്പെട്ട് നോക്കിയില്ല എന്നൊക്കെ ആ യുവതിയും പറയുന്നുണ്ട്. പക്ഷേ ഈ മഹല്ലത്തിൽ പോയ സമയത്ത് അവർക്കൊരിക്കലും അവരുടെ മഹല്ലത്തിൻ്റെ പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ മേലധികാരികളെയോ ഒന്നും നേരിട്ട് കാണാൻ വേണ്ടിയോ സംസാരിക്കാൻ വേണ്ടിയോ സാധിച്ചിരുന്നില്ല. പക്ഷേ അവർ അവിടെ പോയ സമയത്തെല്ലാം അവരെ നേരിട്ടത് അവരുടെ കുടുംബത്തിൽ തന്നെ പ്രധാനിയായ നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് തടഞ്ഞത് വളരെ മോശകരമായ രീതിയിൽ. കാരണം അന്യമതസ്ഥൻ്റെ ഒപ്പം പോയത് കൊണ്ട് തന്നെ അവരെ ഗേറ്റ് ഔട്ട് അടിച്ച് വിടുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതാണ് ഈ സ്ത്രീ പലപ്പോഴായിട്ട് പറയുന്നത്, ഞാൻ പല പ്രാവശ്യം പള്ളിയിൽ പോയിട്ടും എന്നെ ആ ജമാഅത്തുകാർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജമാഅത്തിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു വിഷയം എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ആ സ്ത്രീയും പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും ആ ജമാഅത്തിൻ്റെ ആൾക്കാർ ഇനിയെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും നല്ല ദീനോട് കൂടി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു പാർപ്പിട സൗകര്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു താൽക്കാലികമാണ്. സ്ഥിരമായിട്ടുള്ള ഒരു ഭവനം തീർച്ചയായിട്ടും നമ്മുടെ മഹല്ലത്തിലൊക്കെ ഇത്ര പാവപ്പെട്ട ആൾക്കാർ, വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ. അവരെ സ്വീകരിച്ച് തീർച്ചയായിട്ടും അവർക്ക് ചെറിയൊരു പാർപ്പിടവും അതുപോലെ തന്നെ ഒരു ജോലിയും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കുട്ടികളുടെ പഠനത്തിനും എല്ലാം നമുക്ക് സാധിക്കും. അതിന് സാധിക്കണം. തീർച്ചയായിട്ടും നാട്ടുകാരുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവരുടെ കയ്യിൻ്റെ പരമാവധി തീർച്ചയായിട്ടും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു രംഗം തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ആ വാടക വീടാണെങ്കിലും ആ വീട് സൂരജ് ആ സഹോദരിക്ക് കൈമാറുന്ന രംഗം കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മറ്റ് ഒരുപാട് ആൾക്കാർ, അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തണം. കാരണം ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇത്തരപ്പെട്ട കുടുംബക്കാരെ സഹായിക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. തീർച്ചയായിട്ടും ആ സഹോദരിയെ സഹായിക്കട്ടെ. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മുന്നേറാനുണ്ട്. ആ മക്കളെങ്കിലും നന്നായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുക. നമുക്ക് ആ വീട് സ്വീകരിക്കുന്ന ആ രംഗം നമുക്കൊന്ന് കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ പുതിയ വീട്ടിലെത്തി. ഷസാമല്ല എന്തൊരു പേര്, ഷമാസ്. താക്കോൽ കൊടുക്കാൻ പോയാണ്. കൊടുക്കട്ടെ. ഉള്ള പോങ്കോ ഉങ്ങളുടെ പുതുസ വീട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.